കൂട്ടുകാരെ നമസ്കാരം. കസിം ഭായി ആണ്. ഉമ്മച്ചി ഉണ്ട് കൂടെ. അപ്പൊ ഞങ്ങൾ ചോറ് വെച്ചോണ്ടിരിക്കുകയാണ്. ഹായ് പറയൂ. മല വായിൽ ചോറായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ പറയല്ലേ, ഇന്ന് നബിദിനം കൂടി ആയിരുന്നല്ലോ. ഇന്ന് നമ്മൾ കുറെയൊക്കെ ഓണം മൂടിന്റെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നമുക്കത് നബിദിനം കൂടി ആയിരുന്നു. അപ്പൊ നമുക്ക് നബിദിനത്തിന്റെ ഭാഗമായിട്ട് പള്ളിയിൽ നിന്ന് ചോറ് കിട്ടിയിട്ടോ. അപ്പൊ അതാണ് രാവിലെ ഇത് കഴിക്കുന്നത്. ഇന്നത്തെ രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും പറഞ്ഞ പോലെ ഈ ചോറ് തന്നെയായിരുന്നു. കാര്യം നമുക്ക് രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ചോറ് പള്ളിയിൽ നിന്ന് കിട്ടിയേ, വെള്ളിയാഴ്ച ആയതുകൊണ്ട്. അപ്പം ചോറും ഇറച്ചിക്കറിയും കിട്ടി. പക്ഷെ എന്താ അറിയാമോ, ഞാനിപ്പം പറയാൻ വേണ്ടി വന്നത്, നമുക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പൊ എത്ര ആണെങ്കിലും നമ്മളിപ്പം പെരുന്നാളിനാണെങ്കിൽ എപ്പോഴൊക്കെ ആണെങ്കിലും ഇപ്പം പഴയതുപോലെ ഒന്നും അല്ലല്ലോ. നമുക്ക് ഇടയ്ക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കുമോ, നമ്മുടെ ഉണ്ടാക്കലില്ല എങ്കിൽ പോലും നമ്മളെ കടയിൽ നിന്നാണെങ്കിലും ബിരിയാണി ഉണ്ടാക്കലോ അല്ലെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കലോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് പള്ളിയിൽ നിന്ന് വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ചോറിന്റെ കറിന്റെ രുചി എന്താണെന്നറിയില്ല. അതിനൊരു പ്രത്യേക രുചി തന്നെയാണ്. നേർച്ച ചോറാണ് കേട്ടോ. അത് എല്ലാ വർഷം നമുക്കറിയില്ല, എല്ലാ മഹലിനും കൊടുക്കുന്ന തന്നെയാണ് ഈ ചോറും കറിയും എന്നുള്ളത്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ പറയുകയാണെങ്കിലേ ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു നമ്മള്. അപ്പം കാര്യം അന്നത്തെ കാലത്തൊന്നും നെയ്ച്ചോറ് തിന്നാളും ഇതൊന്നും ഇല്ലല്ലോ. നമുക്ക് ആകെ ഒരു നെയ്ച്ചോറിന് മണം കിട്ടുന്നുണ്ടെങ്കിൽ പെരുന്നാളിനാണ്. പെരുന്നാൾക്കായിരിക്കും നമ്മൾ നെയ്ച്ചോറ് വെക്കുന്നത്. എങ്കിൽ പോലും ഞങ്ങളൊക്കെ വീട്ടിൽ കൂടുതൽ നെയ്ച്ചോറിനെക്കാട്ടിലും പ്രാധാന്യം കൊടുക്കുന്ന തേങ്ങാച്ചോറിനാട്ടോ. അപ്പം നമ്മൾ ഈ നെയ്ച്ചോറ് പിന്നെ പക്ഷെ പള്ളിയിൽ നിന്ന് ആ സമയത്ത് കിട്ടുമ്പോ നമ്മളിങ്ങനെ അത് കലമൊക്കെ എടുത്തോണ്ട് പള്ളി പോകുക. അന്നൊക്കെ പേര് വിളിക്കും. നമ്മൾ ആ കലം കൊണ്ട് നീട്ടി വെക്കുമ്പോ നമ്മൾ ആ കലത്തിലോട്ട് ചോറ് ഇട്ട് ഒരു കറീന്റെ പാത്രം കൊണ്ടുപോകും. അതിനകത്ത് കറി ഇട്ട് നമുക്ക് തെന്നുവിടുക. അന്നൊക്കെ രാത്രിയിലാട്ടോ അങ്ങനെ ചോറ് കിട്ടുക. ഇപ്പൊക്കെ കാലമൊക്കെ മാറി, ഭയങ്കര സിസ്റ്റം ഒക്കെ മാറി. ഇപ്പൊ നമുക്കൊന്നും അറിയാം, നമ്മളെ പാത്രമൊക്കെ എടുത്ത് നമ്മളെ പാത്രത്തിൽ നമ്മളെ പേരെഴുതി അവിടെ കൊണ്ട വെച്ചാൽ മതി. എത്ര അംഗങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി എഴുതി വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ അത്ര അംഗങ്ങൾക്കുള്ള ചോറ് അവര് കൃത്യമായിട്ട് തരും കേട്ടോ. നമുക്കൊന്ന് അത്യാവശ്യം ചോറുണ്ട്. എനിക്കും ഉച്ചക്കുള്ളതല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് അത്യാവശ്യം ചോറ് കിട്ടി. നമ്മുടെ മഹലിൽ ഇന്നാണ്. പിന്നെ നമ്മുടെ പേരാവൂരൊക്കെ നാളെയാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ കീഴ്പള്ളി മഹലിൽ നാളെയാണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് തിന്നേ കിട്ടിട്ടോ. നാളെയാണ് ഞങ്ങളെ പള്ളിയിലെ ബാക്കി ഉള്ള പരിപാടി, ഘോഷയാത്രയും പിന്നെ കുട്ടികളുടെ പരിപാടിയൊക്കെ നാളെയാണ്. ഇവിടെ നബിദിന പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പം അതൊക്കെയാണ്. പിന്നെന്താ പറയാ, വെച്ചല്ലേ കഴിക്കലൊക്കെ തന്നെയാണേ. പക്ഷെ ഞങ്ങൾ സാധാരണ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഉച്ചക്ക് കഴിച്ചത്. ഇപ്പൊ ആണെങ്കിൽ ചോറും നമ്മുടെ ഇറച്ചിക്കറി ഇട്ടാ. ഉമ്മച്ചി എന്തുണ്ട് വിശേഷമൊക്കെ? വിശേഷം നല്ലതന്നെ. നല്ലതന്നെ. ഉമ്മച്ചിനെ എല്ലാരും അന്വേഷിക്കുന്നുണ്ട്. ഹായ് പറഞ്ഞേ. എല്ലാവർക്കും സുഖാണ് എനിക്ക്. ഹാപ്പി നബിദിനം എന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ സല്ലി. അപ്പൊ ഇത്രയുള്ള പുതിയ വീഡിയോ പുതിയ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.